ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ രാജിവെച്ചു എന്ന വാർത്തയാണ് എത്തുന്നത്. നമുക്ക് ആ വാർത്ത പരിശോധിച്ച ശേഷം തിരിച്ച് VSന്റെ പൊതുദർശനത്തിലേക്ക് എത്താം. രാജിക്കത്ത് രാഷ്ട്രപതിക്ക് ജഗ്ദീപ് ധൻഖർ കൈമാറിയിട്ടുണ്ട്. ഇപ്പോൾ ശ്രീജിത്ത് ബാലകൃഷ്ണൻ ചേരുന്നു വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഉപരാഷ്ട്രപതിയുടെ രാജി വാർത്തയാണ് എത്തുന്നത്. എന്താണ് പ്രശ്നം, എന്താണ് വിഷയം? തീർച്ചയായും അപ്രതീക്ഷിതമായിരുന്നു ഇന്നത്തെ രാജി പ്രഖ്യാപനം. ഒരുപക്ഷെ പാർലമെന്റ് സെഷൻ തുടങ്ങുന്ന ദിവസമായിരുന്നു ഇന്ന്. പാർലമെന്റ് സെഷൻ തുടങ്ങി ഇന്ന് വൈകിട്ടോടുകൂടി തന്നെയാണ് രാജി പ്രഖ്യാപനം നടത്തുന്നത്. ആരോഗ്യപരമായ കാരണങ്ങളാണ് രാജിക്ക് കാരണമായി അദ്ദേഹം പറയുന്നു. അഭിമാനത്തോടെ പടിയിറങ്ങുന്നു, പ്രധാനമന്ത്രിക്ക് നന്ദിയും രേഖപ്പെടുന്നുണ്ട്. പക്ഷേ ഇത്രയും അപ്രതീക്ഷിതമായ ഒരു രാജി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള സ്വാതന്ത്ര്യ ചരിത്രത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരുപക്ഷെ ഉണ്ടായിട്ടില്ല. കാരണം പാർലമെന്റ് സെഷൻ തുടങ്ങുന്നു, ഉപരാഷ്ട്രപതി രാജ്യസഭയെ നയിക്കുന്നു. രാജ്യസഭയിൽ ഇന്ന് അദ്ദേഹം കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാംഗമായ സദാനന്ദൻ മാസ്റ്ററെ അടക്കം സത്യപ്രതിജ്ഞ ചെയ്യിച്ച ശേഷമാണ് ഈ രാജി പ്രഖ്യാപനം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും അപ്രതീക്ഷിതമായ കാര്യം. ഒരുപക്ഷെ ഇങ്ങനെ രാജിവെക്കുമെന്നൊരു ധാരണയോ സൂചനയോ ഇന്ന് വരെ ഈ വൈകുന്നേരം വരെ ഉണ്ടായിരുന്നില്ല. വളരെ അപ്രതീക്ഷിതമായ രാജി. ആരോഗ്യപരമായ കാരണങ്ങളാണ് രാജി എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത്. പ്രധാനമന്ത്രിക്ക് അദ്ദേഹം നന്ദി രേഖപ്പെടുത്തുന്നുണ്ട്, അഭിമാനത്തോടെ പടിയിറങ്ങുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒരു വിയോജിപ്പും രേഖപ്പെടുത്താതെ രാജി പ്രഖ്യാപനം നടത്തുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും കൗതുകവും സവിശേഷതയും എന്ന് വേണം കാണാൻ. അതിൽ മറ്റൊരു സവിശേഷതയെ കാണേണ്ടത് അദ്ദേഹത്തിന് 74 വയസ്സാണ്. 75 വയസ്സാകുമ്പോൾ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന BJPയുടെ തീരുമാനം നിലനിൽക്കുന്നുണ്ട്. ആ പ്രഖ്യാപനവുമായി RSS തന്നെ നേരത്തെ രംഗത്തെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ 74 വയസ്സിലെ രാജി വളരെ കൗതുകമാണ്. രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചയിലാണ് ഇപ്പോൾ. കാരണം എന്താണ് ഈ രാജി പ്രഖ്യാപനം എന്നുള്ളത്. ഒരുപക്ഷെ ജനതാദൾ തുടങ്ങി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വഴി BJPയിലെത്തിയ ജഗ്ദീപ് ധൻഖറെ സംബന്ധിച്ച് വലിയ രാഷ്ട്രീയ പാരമ്പര്യം അവകാശപ്പെടാനുണ്ട്. കാരണം വിവിധ പാർട്ടികളിലായി നിരവധി തവണ മത്സരിക്കുകയും രാജ്യസഭയിലേക്കും ലോക്സഭയിലേക്കും മത്സരിക്കുകയും രാജസ്ഥാനിൽ നിയമസഭാംഗമാവുകയും ചെയ്ത രാജസ്ഥാനിൽ നിന്നുള്ള നേതാവാണ് അദ്ദേഹം. ആദ്യം ജനതാദൾ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നു, പിന്നീട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. അതിനുശേഷമാണ് 2003 BJPയിൽ എത്തുന്നത്. പിന്നീട് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഉപരാഷ്ട്രപതി ആവുന്നതിന് തൊട്ട് മുൻപ് അദ്ദേഹം പശ്ചിമ ബംഗാളിൽ ഗവർണറായിരുന്നു. പശ്ചിമ ബംഗാളിൽ BJPയും മമതാ ബാനർജിയും തമ്മിലുള്ള ഏറ്റുമുട്ടലിന് മുന്നിൽ നിന്ന് നയിച്ചു എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ വ്യാഖ്യാനിക്കാം. ആ രൂപത്തിൽ അദ്ദേഹം ഇടപെട്ട ഒരാളാണ്. മമതാ ബാനർജിയുമായി നേരിട്ട് ഏറ്റുമുട്ടാൻ പോലും അദ്ദേഹം ഒരു തവണ തയ്യാറായി. അതിനുശേഷമാണ് അദ്ദേഹം രാഷ്ട്രപതി ഭവനത്തിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ സെഷനിലടക്കം പാർലമെന്റിൽ നിരവധി തവണ പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ തളരാതെ പാർലമെന്റ് സഭയെ മുന്നോട്ട് നയിക്കുന്നതിൽ അദ്ദേഹം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. BJP സംബന്ധിച്ച് അദ്ദേഹം സഭാനാഥൻ എന്ന നിലയിൽ BJPക്കും വലിയ ആശ്വാസകരമായ കാര്യമായിരുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും പാർലമെന്റിനെ രാജ്യസഭയെ നയിക്കുന്ന വേളയിലാണ് അദ്ദേഹം അപ്രതീക്ഷിതമായ രാജി പ്രഖ്യാപനം നടത്തുന്നത്. ആരോഗ്യപരമായ മമതാ ബാനർജിയുമായി നടത്തിയിട്ടുള്ള രാഷ്ട്രീയ യുദ്ധങ്ങളൊക്കെ എല്ലാവരുടെയും ഓർമ്മയിൽ ഉള്ളതാണ്. അദ്ദേഹം BJPയുടെ മുഖമായി തന്നെ ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന, ആ നിലയ്ക്ക് രാഷ്ട്രപതി പദത്തിലേക്ക് എത്തുന്ന നേതാവ് കൂടിയാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു രാജി അത് നൽകുന്ന എന്തെങ്കിലും സൂചനകൾ ഉണ്ടോ? എന്തെങ്കിലും തരത്തിൽ രാഷ്ട്രീയമായ അസ്വാരസ്യങ്ങൾ പുതുതായി എന്തെങ്കിലും ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ സൂചനകൾ വല്ലതും കിട്ടുന്നുണ്ടോ ശ്രീജിത്ത്? ഇല്ല, രാഷ്ട്രീയപരമായ കാരണങ്ങളൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അദ്ദേഹം തന്നെ പറയുന്നത് ആരോഗ്യപരമായ കാരണങ്ങളാണ്. അത് മാത്രമല്ല അദ്ദേഹം പറയുന്നുണ്ട്, ഇത് അഭിമാനത്തോടെ പടിയിറങ്ങുന്നു, ഒരു തരത്തിലുള്ള വിയോജിപ്പും രേഖപ്പെടുത്താതെ അഭിമാനത്തോടെ പടിയിറങ്ങുന്നു എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. പ്രധാനമന്ത്രിക്ക് നന്ദിയും രേഖപ്പെടുത്തുന്നുണ്ട്. അത് മാത്രമല്ല പാർലമെന്റിന്റെ സെഷൻ ആരംഭിക്കുന്ന ആദ്യത്തെ ദിവസം, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ ചർച്ചകളുണ്ടായിരുന്നു. ഇദ്ദേഹം തന്നെ ജഗ്ദീപ് ധൻഖർ തന്നെ നേരിട്ട് എല്ലാ രാഷ്ട്രീയ കക്ഷിയുടെ നേതാക്കന്മാരുമായും ചർച്ചകൾ നടത്തി. പാർലമെന്റിന്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കന്മാരുമായി അദ്ദേഹം നേരിട്ട് ചർച്ചകൾ നടത്തി. അതിന്റെ ദൃശ്യങ്ങളും വാർത്തകളും നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് പാർലമെന്റ് സെഷൻ തുടങ്ങി ആദ്യ ദിവസം തന്നെ ഒരു ദിവസം കഴിയുന്നു. നാളെ രാവിലെ വീണ്ടും 11 മണിക്ക് പാർലമെന്റ് തുടങ്ങാനിരിക്കെ ഇന്ന് വൈകിട്ട് രാത്രിയിൽ ഈ രാജി പ്രഖ്യാപനം അപ്രതീക്ഷിതമെന്ന് വേണം കാണാൻ. അതിൽ രാഷ്ട്രീയ കാരണങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നത് ആരോഗ്യ കാരണം എന്നുള്ളതാണ്. പക്ഷേ മറ്റൊരു തരത്തിൽ ചിന്തിച്ചാൽ 74 വയസ്സ് എന്നുള്ളത് വലിയ രൂപത്തിൽ ചർച്ചയായ വിഷയമാണ്. കാരണം RSS തന്നെ നേരിട്ട് പറയുന്നു 75 വയസ്സാകുമ്പോൾ സ്വാഭാവികമായും രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കേണ്ടതുണ്ട്, ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്ന് വിരമിക്കേണ്ടതുണ്ട് എന്ന് നേരത്തെ തന്നെ പറയുന്നുണ്ട്. അതിൻ്റെ ചൂട് പിടിച്ചാണോ രാജി എന്ന് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. അതിനപ്പുറത്തേക്ക് നിലവിൽ BJPയുമായി യാതൊരുവിധ രാഷ്ട്രീയ സംഘർഷങ്ങളും അദ്ദേഹത്തെ സംബന്ധിച്ചില്ല. BJPയെ സംബന്ധിച്ച് അദ്ദേഹം വലിയ സ്വീകാര്യനായ നേതാവാണ്. പാർലമെന്റിലും രാജ്യസഭയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് BJPയെ സംബന്ധിച്ച് അദ്ദേഹത്തെക്കുറിച്ച് നല്ല മതിപ്പാണ്. അദ്ദേഹത്തെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഒരുപക്ഷെ BJP രാജ്യസഭയിൽ ഏറ്റവും ഈ ഒരു വർഷങ്ങൾക്ക് ശേഷം, അതായത് ഈ അടുത്ത സമീപകാലത്തൊന്നും ഇല്ലാത്ത രൂപത്തിൽ BJPയുടെ അംഗസംഖ്യ രാജ്യസഭയിൽ വർദ്ധിപ്പിച്ച കാലം പോലും ജഗ്ദീപ് ധൻഖർ ഉപരാഷ്ട്രപതിയായിരുന്ന കാലത്താണ്. അതുകൊണ്ട് ഒരുപക്ഷെ BJPയുമായി വലിയ ആശയപരമായ
സംഘർഷമില്ല എന്ന് വേണം കണക്കാക്കി പോകാൻ. എന്നിരുന്നാലും പെട്ടെന്നുണ്ടായ ഒരു കാരണം, ആരോഗ്യപരമായ കാരണം കൊണ്ട് ഒരു ദിവസം കൊണ്ട് രാജിവെക്കുന്നു എന്നുള്ളത് ഒരു വലിയ ചോദ്യവും ചർച്ചയും ഇനി വരും ദിവസങ്ങളിൽ ആകുമെന്ന് വേണം നമുക്ക് വ്യാഖ്യാനിക്കാൻ. തീർച്ചയായും പ്രായപരിധി പറഞ്ഞുകൊണ്ടുള്ള രാജിയാണെങ്കിൽ അത് മോദി അടക്കമുള്ള ആളുകളുടെ കാര്യങ്ങളിലേക്ക് ആ ചർച്ച നീങ്ങുവാനും കൂടി വഴിവെക്കും എന്ന കാര്യമുണ്ട്. മാത്രമല്ല ഇങ്ങനെ ഇത്തരത്തിൽ ഒരു ഭരണഘടനാ പദവിയിലുള്ള വ്യക്തി രാജിവെച്ചിറങ്ങുന്നത് അത് BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു ആലോചനകൾക്ക് ശേഷമായിരിക്കുമല്ലോ സാധാരണ സംഭവിക്കാറുള്ളത്. അത്തരത്തിൽ ഒരു ആലോചനയും ഉണ്ടായിരുന്നില്ലേ? അങ്ങനെയെങ്കിൽ ആ ആലോചനകളൊന്നും വെളിയിൽ മാധ്യമങ്ങൾ ആരും തന്നെ അറിഞ്ഞിരുന്നില്ല എന്നത് തന്നെയാണല്ലേ ശ്രീജിത്ത്? തീർച്ചയായും അപ്രതീക്ഷിതമെന്ന് വേണം, അതിനപ്പുറത്തേക്ക് മറ്റൊരു വാക്കില്ല. ഇങ്ങനെ ആരും പ്രതീക്ഷിക്കാത്തൊരു ദിവസം. കാരണം ഇന്ന് രാജ്യസഭ മാത്രമല്ല പാർലമെന്റ് മുഴുവൻ തുടങ്ങുന്നു. എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഒന്നിച്ച് BJP എതിർക്കാൻ രംഗത്ത് വരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹത്തിൻ്റെ രാജി എന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ച് സ്വാഭാവികം ഞെട്ടിക്കുന്നതാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും രാഷ്ട്രീയ കാരണം അതിനുള്ളിലുണ്ടോ എന്നുള്ളത് നാളെ വരും ദിവസങ്ങൾ മാത്രമേ അറിയാൻ കഴിയുള്ളൂ. എന്നാൽ പോലും വലിയ രാഷ്ട്രീയമായി BJPക്ക് വലിയ തിരിച്ചടിയാണ്. സഭയെ നയിക്കേണ്ടയാൾ ഇന്ന് രാജിവെച്ചിറങ്ങുന്നു, സഭ തുടങ്ങുന്നു. ഇനി വരും ദിവസങ്ങളിൽ സഭയിൽ വലിയ ചർച്ചകൾ നടക്കാനുണ്ട്. നിരവധി വിഷയങ്ങളിൽ രാജ്യസഭയിൽ വലിയ ചർച്ചകൾ നടക്കാനുണ്ട്. കാരണം ഓപ്പറേഷൻ സിന്ദൂർ നമ്മുടെ മുന്നിലുണ്ട്, അമേരിക്കയുമായുള്ള ബന്ധം നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെ നിരവധിയായ വിഷയങ്ങളിൽ പാർലമെന്റിനകത്ത് വലിയ ചർച്ചകൾ കൊണ്ടുവരാൻ പ്രതിപക്ഷം തയ്യാറെടുക്കുമ്പോൾ ആ ചർച്ചകളെ നിയന്ത്രിക്കേണ്ട, ചർച്ചകൾ എവിടെയെല്ലാം ഇടപെടേണ്ട ആൾ, ചർച്ചയിൽ എവിടെയെല്ലാം ഇടപെടണമെന്ന് നന്നായി അറിയാവുന്നയാൾ, ഒരുപക്ഷെ BJPയുടെ രാഷ്ട്രീയത്തെ മുന്നിൽ നിന്ന് കാലങ്ങളോളം നയിച്ച ഒരാൾ എന്നെല്ലാം നിലയ്ക്ക് ജഗദീപ് ധൻഖറിന്റെ രാജി ഒരുപക്ഷെ BJPയെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാണ്. ഇനി ഒരാളെ രാജ്യസഭയുടെ അധ്യക്ഷനായി കൊണ്ടുവരണം, ഉപരാഷ്ട്രപതിയായി കൊണ്ടുവരണം. അത് BJPക്ക് വലിയ ചർച്ചകളുണ്ടാകും. ഇനി ഒരാളെ കണ്ടെത്തേണ്ടതുണ്ട് ആ പൊസിഷനിലേക്ക്, ആ സീറ്റിലേക്ക്. അതെല്ലാം വലിയ ചർച്ചകൾക്ക് വഴിതെളിക്കും. അതിനിടയിലാണ് പാർലമെന്റ് സമ്മേളനം നടക്കുന്നത്. പാർലമെന്റിനകത്ത് വലിയ ചർച്ചകൾ നടക്കുന്ന സമയമാണ്. ആ ചർച്ചകൾ നടക്കുന്ന സമയത്ത് ഈ രാജി അപ്രതീക്ഷിതമാണ്, BJPയെ സംബന്ധിച്ച് ഞെട്ടിക്കുന്നതാണ്. ഇന്ന് അദ്ദേഹം സഭയിൽ എത്തിയിരുന്നോ? അദ്ദേഹത്തിന് സഭയിൽ എത്താൻ കഴിയാത്ത അത്ര ആ വിധമുള്ള ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതായി എന്തെങ്കിലും റിപ്പോർട്ടുകൾ ലഭിച്ചിരുന്നോ? അദ്ദേഹത്തെ സഭയിൽ കണ്ടവരുണ്ടോ? ഇന്ന് അദ്ദേഹം എത്തിയിരുന്നോ? തീർച്ചയായും അദ്ദേഹം സഭയിലുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാംഗമായ സദാനന്ദൻ മാസ്റ്ററെ അടക്കം സത്യപ്രതിജ്ഞ ചെയ്യിച്ചത് തന്നെ അദ്ദേഹമാണ്. അദ്ദേഹത്തെ കേരള രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഇരയാണ് എന്ന് പോലും അദ്ദേഹം ഇന്ന് പറയുകയുണ്ടായി. അത് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് സദാനന്ദൻ മാസ്റ്ററെ അദ്ദേഹം ഇന്ന് സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിക്കുന്നത്. അതിനെല്ലാം ശേഷമാണ് അദ്ദേഹം സഭയിലുണ്ടായിരുന്നു, സഭയെ നിയന്ത്രിച്ചു, സഭയുടെ നാഥനായി ഇന്ന് മുഴുവൻ പ്രവർത്തിച്ച ആളാണ് അദ്ദേഹം. അതിനുശേഷമാണ് ഒരുപക്ഷെ ഇദ്ദേഹത്തിൻ്റെ രാജിയിലേക്ക് പോകുന്നത്. അതുകൊണ്ട് വലിയ അപ്രതീക്ഷിതം എന്ന് വേണം കാണാൻ. അതുമാത്രമല്ല സഭയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിപക്ഷ പാർട്ടി നേതാക്കന്മാരുമായി എല്ലാം അദ്ദേഹം ചർച്ചകൾ നടത്തിയിരുന്നു. വരും ദിവസങ്ങളിൽ സഭ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, സഭയിൽ തർക്കങ്ങൾ ഉണ്ടാകുന്നത് കുറയ്ക്കണം, സഭ വിട്ടുപോകുന്നത് കുറയ്ക്കണം, നിങ്ങൾ ചർച്ചകളിൽ പങ്കെടുക്കണമെന്നെല്ലാം പ്രതിപക്ഷ പാർട്ടിയുടെ നേതാക്കന്മാരോട്, പ്രത്യേകിച്ചും കോൺഗ്രസ് അധ്യക്ഷനായിട്ടുള്ള മല്ലികാർജ്ജുൻ ഖാർഗെയുമായി അദ്ദേഹം ദീർഘനേരം ചർച്ച നടത്തി. ആ ചർച്ചകൾക്കെല്ലാം ശേഷമാണ് ഇന്ന് സഭ ആരംഭിക്കുന്നത്. ആ സഭയിലാണ് ഇന്നിപ്പോൾ വലിയ രൂപത്തിൽ ചർച്ചകൾ ആരംഭിക്കുന്നത്. പ്രതിപക്ഷം വരും ദിവസങ്ങളിൽ അടിയന്തര പ്രമേയം അടക്കം പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ അടിയന്തര പ്രമേയത്തിനടക്കം തയ്യാറെടുക്കുന്ന ഒരു സമയത്താണ്. പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂർ, ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുമായുള്ള ബന്ധം, അമേരിക്കയുമായുള്ള വ്യാപാര ബന്ധം, അമേരിക്കയും ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നത്, ചൈനയുടെ അതിർത്തിയുമായുള്ള പ്രശ്നം അടക്കം, അതുമാത്രം അങ്ങനെ നിരവധിയായ വിഷയങ്ങളിൽ പ്രതിപക്ഷം വലിയ ചർച്ചകൾക്ക് വഴിമരുന്നിടാൻ തുടങ്ങുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ രാജി എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും രാഷ്ട്രീയമായ കൗതുകം. പക്ഷേ ജഗദീപ് ധൻഖറെ സംബന്ധിച്ച് BJP ആദ്യത്തെ പാർട്ടിയല്ല എന്നുള്ളതാണ് മറ്റൊരു രാഷ്ട്രീയ കൗതുകം. അദ്ദേഹം ജനതാദൾ ആരംഭിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വഴിയാണ് BJPയിൽ എത്തുന്നത്. ഏതാണ്ട് ജനതാദളിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലും പ്രവർത്തിക്കുമ്പോൾ തന്നെ അദ്ദേഹം പാർലമെന്റ് അംഗമായിരുന്നു. അദ്ദേഹം പാർലമെന്ററി കാര്യ സഹമന്ത്രിയായിരുന്നു ജനതാദൾ സർക്കാരിൽ. അങ്ങനെ വലിയ രാഷ്ട്രീയ പാരമ്പര്യം, നിരവധി രാഷ്ട്രീയ കക്ഷികളുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന വ്യക്തിയാണ്. 2003 BJPയുമായി അടുക്കുകയും BJPയിൽ ചേരുകയും പിന്നീട് BJPയുടെ മുഖമായി മാറുകയും ചെയ്തത്. അത് പാർലമെന്റിലും പിന്നീട് പൊതുവേദികളിലുമെല്ലാം BJPയുടെ നാവായി മാറിയ വ്യക്തിയാണ് ജഗദീപ് ധൻഖർ എന്ന് വേണം കാണാൻ. അങ്ങനെ BJPയുമായി ദീർഘകാലത്തെ ബന്ധം ഇപ്പോഴുള്ള ജഗദീപ് ധൻഖർ വളരെ പെട്ടെന്ന് ഈ രാജ്യസഭ ആരംഭിക്കുമ്പോൾ, അല്ലെങ്കിൽ സഭ ആരംഭിക്കുമ്പോൾ, പാർലമെന്റ് ആരംഭിക്കുമ്പോൾ പ്രതിപക്ഷത്തിന്റെ വാക്സരങ്ങൾക്ക് നിന്നുകൊടുക്കാതെ ഇട്ടെറിഞ്ഞു പോകുന്നത് പോലെ വേണമെങ്കിൽ നാളെ പ്രതിപക്ഷത്തിന് ഇത് തന്നെ ആയുധമാക്കാവുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ. കാരണം എന്തുകൊണ്ട് അദ്ദേഹം ഇട്ടെറിഞ്ഞു പോയി? ഒരു ആരോഗ്യകരമായ കാരണമുള്ള ഒരാൾ എങ്ങനെയെങ്കിൽ സഭ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ ചർച്ചകളിലേക്ക് പോകാതെ രാജിവെച്ചൊഴിയേണ്ടതായിരുന്നു. സമീപകാലത്തൊന്നും സർക്കാർ അതിന് സഭയിൽ തന്നെ മറുപടി പറയേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം തുടങ്ങിയ ദിവസമാണ്
ഇപ്പോൾ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ രാജിവെച്ചിരിക്കുന്നത്. രാജ്യസഭയുടെ ചെയർമാനായിട്ടുള്ള അദ്ദേഹം പടിയിറങ്ങിയിരിക്കുന്നത് വളരെ അപ്രതീക്ഷിതമാണ്, അതിശയകരമാണ്, കൗതുകകരമാണ്. എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ദിവസം അദ്ദേഹം എന്തിന് പടിയിറങ്ങി എന്നുള്ള കാര്യം അദ്ദേഹം ഈ ദിവസവും ഈ ആദ്യ ദിവസം ഇന്നും എത്തിയതാണ് സഭയിൽ. അദ്ദേഹം വൈകിട്ടായപ്പോൾ ആരോഗ്യ കാരണങ്ങൾ പറഞ്ഞ്, ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞ് രാജിവെക്കുകയാണ്. RSSന്റെ 74 വയസ്സ് എന്ന പ്രായപരിധിയാണോ അദ്ദേഹം മാനിച്ചിരിക്കുന്നത് അറിയില്ല. ഏതായാലും വരും ദിവസങ്ങളിൽ ഇത് വലിയ രാഷ്ട്രീയ സംഭവമായി വികസിക്കും. വലിയ ചർച്ചകൾ ഇതിനെ ചുറ്റിപ്പറ്റി ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇപ്പോൾ നാഷണൽ ഡെസ്കിൽ നിന്ന്.